ബോട്ടിൽ ടാസ്കിൽ അനീഷിനെ പിടിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. ഇപ്പോൾ അനീഷ് കുളത്തിലൊക്കെ നീന്താറുണ്ടോ? ഉണ്ടെന്ന് അനീഷ് പറയുമ്പോൾ അതുകൊണ്ടാണോ ബോട്ടിൽ ടാസ്കൊക്കെ എല്ലാ ടാസ്കും ഇങ്ങനെ കുളമാക്കുന്നത്? ബോട്ടിൽ ടാസ്കിൽ അനുവിൻ്റെ കടുംപിടുത്തം തന്നെയാണ് ഒരു പരിധി വരെ അത് കുളമായത് എന്ന് തന്നെയാണ്. അതിൽ ജിഷിൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന്. ആ ടാസ്കിനെ നേരെ കൊണ്ടുപോകാൻ ജിഷിന് പറ്റിയായിരുന്നു. ആ ജിഷിനെ എടുത്ത് മാറ്റി അനുവിനെ മാറ്റാതെ നിന്ന് അവിടെ ജിഷിന് പകരം സാബുമേനെ ആഡ് ചെയ്ത് അങ്ങനെ സാബുമേനും അനുവായി വീണ്ടും ടാസ്ക് അങ്ങനെ തന്നെ ആകുകയും ചെയ്തു, കുളമാകുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ആര്യൻ പറയുന്ന ഒരു കാര്യം ലാലേട്ടൻ പറയുന്നുണ്ട്, ടാസ്ക് കുളമാക്കണമെന്ന്. ആര്യനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ലാലേട്ടൻ അത് പ്രമോല്, നീ കുളമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ജിസയിലും അനു ഒക്കെ തന്നെയാണ് ആ ടാസ്ക് ഒരു പരിധി വരെ കുളമാക്കിയത്. അതിൽ അനീഷിന് ഒരു പങ്കുണ്ട്. പക്ഷേ അനീഷ് എന്ന് പറഞ്ഞാൽ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ, അണമുട്ടിയ ചേരയും കടിക്കും എന്ന രീതിയിലാണ് അനീഷ് അത് കുളമാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലാലേട്ടൻ ഇപ്പോൾ അനീഷിൻ്റെ അടുത്ത് മാത്രമല്ല ഈ ഒരു ടാസ്ക് പരമായിട്ട് ലാലേട്ടൻ അത്ര പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു കടുംപിടുത്തം പിടിക്കുന്ന ഒരു ലാലേട്ടൻ എന്നല്ല, വളരെ സോഫ്റ്റായിട്ട് ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു പ്രമോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ടാസ്കുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.